കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 9, 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത്. 2 ഉടുപ്പും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക. അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക. നിങ്ങളെ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ. അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദിവസേന വചനം കേൾക്കുന്നവരാണ്. ദിവസേന നമ്മൾ വചനം വായിക്കുന്നവർ. ബൈബിള് വായിക്കാതെ ഒരു ദിവസം പോലും കടത്തിവിടാത്ത വ്യക്തികളെ എനിക്കറിയാം. ശരിക്കും നമ്മൾ വചനം വായിക്കാതെ, വചനം ഏറ്റെടുക്കാതെ ഒരു ദിവസം പോലും കടത്തിവിടരുത്. ഇതിൻ്റെ കാരണം മത്തായി 4-ാം അധ്യായം 4-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ 4 നേരം ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ 4 നേരമെങ്കിലും നമ്മുടെ ആത്മാവിനും ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അതിലേറെ കൊടുത്താൽ അഭികാമ്യം. കാരണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ജീവിക്കേണ്ടത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന വചനങ്ങൾ കൊണ്ടാണ്. ഈ വചനവുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. ആദ്യ വായനയിൽ നമ്മൾ കേട്ട കാര്യം പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണവ. ഒന്നാമത്തെ കാര്യം, വചനം സത്യമാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വചനം സത്യമാണ്. വചനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് ഇതാണ്. ഈ വചനത്തെക്കുറിച്ച് സഭ നമ്മെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കാൻ നോക്കുന്നതിനേക്കാൾ വചനം വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ, സത്യമെന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ സൽഫലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ എളുപ്പമാകും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. പറയുണ്ട്, വചനത്തിൽ ജീവിതം ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ജീവിത വിജയം ഉറപ്പിക്കാനാകും എന്നുള്ളത് ദൈവം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. മൂന്നാമതൊരു കാര്യം നമ്മൾ കാണുകയുണ്ടായി, കർത്താവിൻ്റെ വചനം അതിൽ ആശ്രയിക്കുന്നവർക്ക് കവചമാണ്. കവചം നമുക്കറിയാം, നമ്മൾ പല സാധനങ്ങളും കവർ ചെയ്ത് വെക്കും. എന്തുകൊണ്ടാണ്? അതിന് കുറച്ചുകൂടെ സുരക്ഷിതത്വം ഉണ്ടാകും. അത് നമ്മൾ ക്യാരി ഓൺ ബാഗ് ആണെങ്കിൽ പോലും ചിലർ അതിന് പിന്നെ ഒരു കവറോടെ ഇട്ട് അത് സുരക്ഷിതമാക്കും. അതിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാകാൻ വേണ്ടിയാണ്, ഉള്ളിലുള്ളത് അത് ക്ലീനായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ്. പേപ്പർ, ഇമ്പോർട്ടൻ്റ് പേപ്പറൊക്കെ ലാമിനേറ്റ് ചെയ്യും. ലാമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ പേപ്പറിൽ വെള്ളം വീഴുവോ ചെളി പറ്റുകയോ ചെയ്താലും അകത്തിരിക്കുന്ന പേപ്പറിന്, ആ ഡോക്യുമെൻറ്റിന് ഒരു നാശവും വരത്തില്ല. അപ്പോൾ നോക്കിയേ, ദൈവവചനം നമുക്ക് നൽകുന്ന വലിയ ഒരു സംരക്ഷണം, അതൊരു കവചം പോലെ നമുക്കായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ഈ ബൈബിള് ദിവസവും വായിക്കേണ്ട, ധ്യാനിക്കേണ്ട ഒരു കാര്യമല്ലേ എന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. പ്രതിവചന സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ഇവ നമുക്ക് പാദങ്ങൾക്ക് വിളക്കാണ്. ഇവിടെ പാതയിൽ പ്രകാശമാണ്. പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഈ വചനം വെച്ചാണ് വിജിലച്ചൻ, ചെറിയ പുസ്തകമാണെങ്കിലും
എല്ലാ ദിവസവും നമുക്കെടുത്ത് വായിക്കാവുന്ന കുറച്ച് വചനങ്ങൾ, ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വചനങ്ങൾ, ഒരുപാട് വ്യക്തികൾ അത് പ്രയോജനപ്പെടുത്തി ദൈവിക സംരക്ഷണവും ദൈവത്തിൻ്റെ ഗൈഡൻസും ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അത് വളരെ നല്ല ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ പ്രതിവചന സങ്കീർത്തനത്തിൽ കാണുന്നൊരു കാര്യം, അത് സങ്കീർത്തനം 119 72 വചനമാണ്. ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് ദൈവത്തിൻ്റെ വചനം. അതുപോലത്തെ ഒരു ഗോൾഡ് കോയിൻ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബൈബിൾ വാങ്ങിക്കാം. എന്നാലും ബൈബിൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ വിലയൊക്കെ കേട്ടിട്ട് ചിലരിങ്ങനെ കൊണ്ടടിച്ച് നിൽക്കുന്നു. ഇത്രയും വില കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത്രയും കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു കാര്യമുണ്ടോ? വചനം പറയുകയാണ്, ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ വിലയുള്ളതാണ് കർത്താവിൻ്റെ വചനം. ഈ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ ദിവസേന ബൈബിൾ വായിച്ച് ദൈവവചനം കേട്ട് അത് മനസ്സിലാക്കി അത് ജീവിച്ച് അതിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കാത്തത്. സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, യേശു ചെയ്തൊരു കാര്യമാണ്. ശിഷ്യന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക് 2 കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള ശക്തിയും അധികാരവും. രണ്ടൂടെ ചേരുമ്പോഴാണ് ഒരു പൂർണ്ണത വരിക. ശക്തിയും അധികാരവും. അധികാരമില്ലാതെ വെല്ലോൻ്റെയും പേര് പറഞ്ഞ് നമ്മൾ പിശാചിനെ ഒഴിപ്പിക്കാൻ പോയാൽ പണി കിട്ടും എന്നുള്ളത് ലൂക്ക 19 അധ്യായം, അല്ല, അപ്പസ്തോല പ്രവർത്തനം 19 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. സ്കേവായും 7 മക്കളും അവർ വന്നിട്ട്, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, വിട്ടുപോവുക. അശുദ്ധാത്മാക്കളെ വിട്ടുപോയൊന്നുമില്ല. അവൻ്റെ മേൽ ചാടി വീണ് അവരെല്ലാം ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്തത്. പക്ഷെ നമ്മൾ കാണുന്നു, പൗലോസിൻ്റെ ശരീരസ്പർശനമേറ്റ തൂവാല അടുത്തേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ, അശുദ്ധാത്മാക്കൾ അലറി വിളിച്ച് ഓടി. അതാണ് 19 അധ്യായം അപ്പസ്തോല പ്രവർത്തനം 19-12 വചനത്തിൽ നമ്മൾ കാണുക. എന്ന് പറഞ്ഞാൽ നമുക്ക് അധികാരം ഉണ്ടാകണം. ദൈവം തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം, നമ്മൾ വിശ്വസിക്കുന്നത് ജീവിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അധികാരം. ഈ അധികാരമില്ലാതെ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ അത് എതിർഫലം ഉളവാക്കാം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ശക്തിയും അവർക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കാണാം, ഈ ട്രാഫിക് പോലീസായിട്ട് നിൽക്കുന്നവർക്ക് സ്റ്റോപ്പ് സൈൻ പിടിച്ച് നമ്മുടെ നേരെ കാണിച്ചാൽ നിർത്തിക്കോണം. അത് അവരുടെ ഒരു അധികാരമാണ്. ഏത് സൈഡിൽ നിന്ന് വരുന്നവരെ നിർത്തി ഏത് സൈഡിൽ നിന്ന് വരുന്നവരെ പറഞ്ഞു വിടണം എന്നുള്ളത് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അധികാരമാണ്. അത് നമ്മൾ മാനിക്കാറുണ്ട്, മാനിക്കുന്നില്ല, വിവരം അറിയാം. ഇനി ഒരാൾ അവരുടെ കാറുമായിട്ട് നേരെ ചെന്നാൽ പോലീസുകാരനെ ഇടിച്ച് താഴെയിടാൻ നോക്കിയാൽ പോലീസുകാരന് ഇത് സ്റ്റോപ്പ് സൈൻ കൈ പിടിച്ചത് കൊണ്ട് ആ വണ്ടി സ്റ്റോപ്പ് ചെയ്യാനുള്ള ശക്തിയില്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവം പറഞ്ഞൊരു കാര്യം, അപ്പസ്തോലന്മാർക്ക് കൊടുത്ത 2 കാര്യങ്ങൾ അധികാരവും ശക്തിയും കൊടുത്തു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, അന്ധകാര ലോകമുണ്ട്, അന്ധകാര പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ തന്നെ സാത്താനും അവൻ്റെ ദൂതഗണങ്ങളുമുണ്ട്. അല്ലെ പിന്നെ കർത്താവ് എന്തിനാണ് ഈ ശിഷ്യന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തത്? വീണ്ടും നമ്മൾ കാണുകയാണ്, അതോടൊപ്പം കർത്താവ് കൊടുത്ത ഒരു അധികാരമാണ്, ശക്തിയാണ് രോഗികളെ സുഖപ്പെടുത്താൻ. ഇന്നും ആ പാരമ്പര്യം കൈമാറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പുരോഹിതർക്കാണേലും ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം അത് നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ്? സംഖ്യയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. 6-ാം അധ്യായം 22 മുതൽ, പുരോഹിത, നീ ഇപ്രകാരം ജനത്തെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നീ പറയണത് അതുപോലെ ഞാൻ പ്രവർത്തിക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാനവരെ അനുഗ്രഹിച്ചിരിക്കും. അങ്ങനെ ഒരു അധികാരം കൈമാറി വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം, അതുപോലെ തന്നെ കറതീർന്ന നമ്മുടെ വിശ്വാസ ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് കർത്താവ് തന്നെ നമ്മെ
ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് ജീവിച്ച് മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.